PSC അംഗമാക്കാൻ 60 ലക്ഷം രൂപ നൽകാൻ ഒരാൾ, അത് വാങ്ങാനും ഒരാൾ. വാങ്ങിയത് CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗമെന്നാണ് പരാതി. വാങ്ങിയത് മന്ത്രിയുടെ പേര് പറഞ്ഞാണെന്നാണ് ശബ്ദരേഖ. അക്കാര്യത്തിൽ സത്യമെന്ത് നുണയേത് എന്ന് അന്വേഷണ സമിതികൾ കണ്ടെത്തട്ടെ. എന്നാൽ കേരളത്തിൽ ഒരു PSC അംഗമാകാൻ 60 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാനൊക്കെ ഒരാൾ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറാകുന്നെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടമെന്ത്? ഈ മുടക്കുന്ന കാശ് എങ്ങനെ തിരിച്ചു പിടിക്കും? സ്പോട്ട്ലൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എല്ലാ ആനുകൂല്യങ്ങളും അടക്കം മാസം പരമാവധി ലഭിക്കുന്നത് 1,85,000 രൂപയാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും പോയി മുഖ്യമന്ത്രിയായാൽ വലിയ കൂടുതലൊന്നുമില്ല. ഏതാണ്ട് 2 ലക്ഷം രൂപ വീതം കിട്ടും. വലിയ സംസ്ഥാനങ്ങളായതുകൊണ്ട് അതിൻ്റെ തലവേദന കൂടുതലുമുണ്ട്. എന്നാൽ കേരളത്തിൽ വന്ന് PSC ചെയർമാനോ അംഗങ്ങളോ ആയാലോ ചെയർമാന് മാസം 2,26,000 രൂപയും കാറും ഫ്ലാറ്റും കിട്ടും. അംഗത്തിനും കിട്ടും 2,23,000 രൂപ. ചെയർമാനേക്കാൾ 3,000 രൂപയുടെ മാത്രം കുറവും. അപ്പോൾ ന്യായമായ ഒരു സംശയം വരും. ഇത്രയും ശമ്പളം കിട്ടിയാലും 60 ലക്ഷം മുടക്കുന്നത് മുതലാകുമോ? 6 വർഷത്തേക്കാണ് PSC അംഗത്തിന്റെ നിയമനം. അക്കാലം തികയ്ക്കാൻ കഴിഞ്ഞാൽ 1,60 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് തന്നെ കയ്യിൽ കിട്ടും. ഇപ്പോൾ PSC കൊടുത്തിരിക്കുന്ന ശമ്പള വർധന നടപ്പായാൽ ചെയർമാന് മാസം 4 ലക്ഷവും അംഗത്തിന് 3,25 ലക്ഷവും കിട്ടും. കയ്യിൽ കാശുള്ളവർക്ക് മിനുങ്ങി നടക്കാൻ ഇതൊരു അതിഗംഭീര പദവിയാണ്. കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളുമുണ്ട് PSC അംഗത്തിന്. പത്രാസിന് ഒരു കുറവുമില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നിയമിക്കാൻ മാത്രം PSC അംഗങ്ങളുടെ ഒഴിവുകളുണ്ടോ? കേരളത്തിൽ ഉള്ളത് എത്ര PSC അംഗങ്ങൾ ആണെന്ന് അറിയുമോ? 21 പേർ. നമ്മുടെ ഇരട്ടിയിലധികം ജനങ്ങളുള്ള തമിഴ്നാട്ടിൽ 14 കർണാടകത്തിൽ 13 മാത്രം ഉള്ളപ്പോഴാണ് ഇവിടെ 21 തസ്തികകൾ. IASകാരെ നിയമിക്കുന്ന UPSCയിൽ പോലും 9 അംഗങ്ങളെയുള്ളൂ. ഇവിടെയാണെങ്കിൽ 2,15 ലക്ഷം രൂപ മാസം കൊടുക്കുന്ന 21 തസ്തികകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ ചെയർമാൻ ഉൾപ്പെടെ 18 പേർ മാത്രമാണ് ഉള്ളത്. 3 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചാണ് അവതാരങ്ങൾ വലയുമായി ഇറങ്ങുന്നത്. CPIMും CPIയും കേരള കോൺഗ്രസ് എമ്മും NCPയും നിർദ്ദേശിച്ചവരാണ് ഇപ്പോഴത്തെ അംഗങ്ങൾ. അപ്പോൾ ഈ അംഗങ്ങൾ എല്ലാവരും കൂടി എന്താണ് ചെയ്യുന്നത്? ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന 2016-ൽ 37,570 തസ്തികകളിലാണ് PSC വഴി നിയമനം നടത്തിയത്. 2020 ആയപ്പോഴേക്കും അത് 25,914 കുറഞ്ഞു. 2022-ൽ 22,393 താഴ്ന്നു. PSC വഴിയുള്ള നിയമനത്തിൽ ഏതാണ്ട് 1/3 കുറവുണ്ടായി. എന്നിട്ടും PSC അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവില്ല. അതുമാത്രമല്ല, ആനുകൂല്യം കൂട്ടാൻ ശുപാർശയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ PSC ചെയർമാനായാൽ പിന്നെ ആ പദവിയില്ലാതെ പറ്റില്ല എന്നൊരു അസുഖം കൂടി ഉണ്ട് എന്നുമുണ്ട് പറച്ചിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വൈസ് ചാൻസലറും പിന്നെ PSC ചെയർമാനുമാക്കിയ ആൾ ഒടുവിൽ BJPയിൽ പോയാണ് ഭാഗ്യം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കൈയിട്ടാൽ പിൻവലിക്കാൻ തോന്നാത്തതെന്തോ PSCയിൽ ഉണ്ട് എന്നാണ് വാമൊഴി. അധികാരത്തിന്റെ ഇടനാഴിയിലൂടെ നടക്കുന്ന അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് 2016-ലെ ആദ്യ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ്. എത്ര സൂക്ഷിച്ചാലും തൂണിലും തുരുമ്പിലും ചെമ്പിലും നിന്ന് വരെ അവതാരങ്ങൾ ഇറങ്ങി വരുമെന്ന് കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് തെളിയിച്ചു. എത്ര സൂക്ഷിക്കാൻ പറഞ്ഞിട്ടും ഇടതുമുന്നണി കൺവീനറുടെ സ്വീകരണ മുറിയിലേക്ക് അവതാരവും പ്രഭാരിയും കടന്നു ചെല്ലുകയും ചെയ്തു. CPIMൽ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് വലിയ വിശ്വാസ്യതയുണ്ട്. സർക്കാർ ആശുപത്രിയിലെ സീനിയർ സർജൻ എന്നൊക്കെ പറയുന്നത് പോലെ നീണ്ടകാലം ജനങ്ങൾക്കിടയിൽ സേവിച്ചു വരുന്നവരാണ് എന്നാണ് സങ്കല്പം. അങ്ങനെ ഒരാൾ
22 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുകൂടിയാണ് ഭരണ തുടർച്ചയുടെ ദോഷം താഴേക്കും എത്തി എന്ന് പറയുന്നത്. അപ്പോഴും വലിയൊരു ചോദ്യം നാട്ടിലെ പൗരന്മാർ ഉന്നയിക്കുന്നുണ്ട്. 60 ലക്ഷം കൊടുത്തവൻ 6 കോടി ഉണ്ടാക്കാനുള്ള വഴി കണ്ടിട്ടുണ്ടാവില്ലേ എന്നാണ് ആ പറച്ചിൽ. ഇപ്പോൾ സംശയമുനയിലായത് PSCയുടെ വിശ്വാസ്യതയാണ്. ആദ്യം വീണ്ടെടുക്കേണ്ടതും വിശ്വാസ്യതയാണെന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.